ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 13 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. സർവമേതദൃതം മന്യേ യദ്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവ. ഹേ കേശവ, മാം എന്നോട് യത് വദസി ഏതത് സർവം അങ്ങ് പറയുന്ന ഈ സകല കാര്യങ്ങളും ഋതം സത്യമെന്ന് മന്യേ ഞാൻ മനസ്സിലാക്കുന്നു. ഹി എന്നാൽ തേ ഭഗവൻ വ്യക്തി അങ്ങയുടെ ഈ ഭഗവത് സ്വരൂപത്തെ, ഭഗവത് തത്വത്തെ ദേവാഹ ദേവന്മാർ പോലും ന വിദുഹു മനസ്സിലാക്കുന്നില്ല. ദാനവാഹ ന ദാനവന്മാരും, അതായത് അസുരന്മാരും മനസ്സിലാക്കുന്നില്ല. അല്ലയോ കേശവ, എന്നോട് അങ്ങ് പറയുന്ന ഈ സകല കാര്യങ്ങളും സത്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അങ്ങയുടെ ഈ ഭഗവത് സ്വരൂപത്തെ, ഈ തത്വത്തെ ദേവന്മാർ പോലും മനസ്സിലാക്കുന്നില്ല, അസുരന്മാരും മനസ്സിലാക്കുന്നില്ല. അർജുനൻ പറയുകയാണ്, അങ്ങ് സാക്ഷാൽ ഭഗവാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്ന ഈ സകല കാര്യങ്ങളും സത്യം തന്നെ എന്ന് എനിക്ക് ബോധ്യമായി, ഇപ്പോൾ ബോധ്യമാകുന്നുണ്ട്. എന്നാൽ അങ്ങയുടെ ഈ ഭഗവത് മഹിമയെ, ഈശ്വരഭാവത്തെ ദേവന്മാർ പോലും മനസ്സിലാക്കുന്നില്ല, അസുരന്മാരും മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത്. ശുദ്ധഭക്തന് മാത്രമേ ഭഗവത് മഹിമ അനുഭവിക്കാനാകൂ. ഭൗതിക ജ്ഞാനം കൊണ്ടോ യോഗസിദ്ധികൾ കൊണ്ടോ അങ്ങയുടെ മഹത്വം അറിയാനാകില്ല. സമ്പൂർണമായ ഭക്തിഭാവം, ശരണാഗതി, അതുകൊണ്ട് മാത്രമേ ഈശ്വരൻ്റെ മഹത്വം അറിയാനാകൂ. ദേവന്മാരായാലും അസുരന്മാരായാലും ആരായാലും ഈ ശരണാഗതി ഭാവമുണ്ടെങ്കിൽ മാത്രമേ ഭഗവത് മഹിമ അറിയാനാകൂ എന്നാണ് അർജുനൻ ഭഗവാനോട് തന്നെ പറയുകയാണ്. അങ്ങയുടെ ഈ വാക്കുകൾ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അഥവാ എനിക്ക് ബോധ്യമായി. എന്നാൽ ദേവന്മാർക്ക് പോലും അത് മനസ്സിലാകുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ അർജുനൻ ഭഗവാനോട് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.